നമ്മളെ വണ്ടി ലോഡ് കയറ്റാണ്. കണ്ടില്ല? ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മൾ ലൈവിലൊക്കെ ചോദിക്കാറുണ്ട്, ഇക്കാക്ക് എന്താണ് ജോലി? അപ്പോൾ ഇക്കാൻ്റെ ജോലിൻ്റെ ഒരു ഭാഗങ്ങൾ ഇന്ന് കാണിച്ചു തരാം. ഭാഗം മൊത്തം ഇന്ന് ഉൾപ്പെടുത്താൻ കഴിയില്ല. ഇന്നിപ്പോൾ ഞാനുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം എന്ന സ്ഥലത്ത് കിംഫ്ര മണൽ പ്ലാന്റാണ്. അതായത് കിംഫ്ര മണൽ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മളെ മണൽ ഇങ്ങനെ നമ്മൾ പുഴയിൽ നിന്നൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് ഒന്നും കൂടി ഫിൽറ്റർ ചെയ്തെടുക്കുന്ന മണലാണ്. അപ്പോൾ നമുക്കെല്ലാം നമ്മുടെ എല്ലാം സ്വപ്നമാണ് ഒരു വീട് എന്ന് വെച്ചാൽ. അപ്പോൾ ആ വീടിന് നല്ല എന്താ പറയുക, അനുയോജ്യമായ മെറ്റീരിയൽ ഉപയോഗിക്കണമെന്ന് നമുക്കെല്ലാം നിർബന്ധമുണ്ട്. അപ്പോൾ അതുപോലത്തെ അതിൽപ്പെട്ട ഒരു മെറ്റീരിയൽ തന്നെയാണ് ഈ കിംഫ്ര മണൽ. അപ്പോൾ ഈ കിംഫ്ര മണൽ എന്ന് വെച്ചാൽ സർക്കാർ അംഗീകൃതമാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇന്ന് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഇന്ന് ഇതിൻ്റെ ഈ കിംഫ്ര മണൽ പ്ലാന്റ് നിങ്ങൾക്കൊന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇത് നമുക്ക് വിശ്വസിക്കാവോ? ശരിക്കും ഇതിൻ്റെ മെറ്റീരിയൽ ഇത് ശരിക്കും പ്രൊഡക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത് ക്ലീനിങ് ശരിയാണോ, എല്ലാം ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവരും ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ട വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നല്ല മഴയാണ് ഇവിടെ നിന്ന്. ഈ മഴയും കൊണ്ടിട്ട് ഇവിടെ ഒരു 100 കണക്കിന് വണ്ടികൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പം കിട്ടൽ ഒരു ലോഡെങ്ങാനാവും. നമ്മുടെ വീട്ടിൽ ഒരു ദിവസം കഴിയണമെന്നെങ്കിൽ നമ്മൾ അന്നാന്ന് കഴിയാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന തൊഴിലാളികളാണ് കൂടുതലും ഈ ടിപ്പർ ഡ്രൈവർമാരെന്ന് പറഞ്ഞാൽ. എല്ലാവരും അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഒരു ലോഡ് നമ്മൾ പുലർച്ചെ 2:30 മണി മുതൽ ഇപ്പോഴത്തെ സമയം 9 മണിയായി തുടങ്ങി. രാവിലെ അതായത് പുലർച്ചെ 2:30 മണി മുതൽ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ് ഒരു ലോഡിന് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബം പോറ്റാൻ വേണ്ടി, നമ്മളെ കുട്ടികളെ പോറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഈ മണലെന്ന് വെച്ചാൽ നമ്മൾ സിമ്പിളായിട്ട് കൊടുത്ത് തട്ടിന്ന് പോകുന്നു, കാശ് നമുക്ക് എടുക്കട്ടെ, നമുക്ക് അവിടെ നിന്ന് കാക്ക അയച്ചിട്ടില്ല, അല്ലെങ്കിൽ ഉപ്പ അയച്ചിട്ടില്ല, പൈസ എടുക്കട്ടെന്ന് പറയുന്നത് പോകുന്നു. പക്ഷേ ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ലോഡ് ഇവർക്ക് കിട്ടുന്നത്. ചിലപ്പോൾ ഒരു ലോഡ് കൊണ്ടേ തട്ടി അന്ന് ചിലപ്പോൾ 300 രൂപ 350 രൂപയ്ക്കാരം അവർക്ക് കൂലി കിട്ടുന്നത്. ഈ പൈസ കൊണ്ടാണ് അവർ ഒരു ദിവസം ഒപ്പിച്ച് പോകുന്നത്. അപ്പോൾ നമ്മുടെ ടിപ്പർ തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് എന്താണെന്നും എങ്ങനെ കഷ്ടപ്പെട്ടാണ് ഇത് കിട്ടുന്നതെന്നും നമ്മളെ വീടുകൾക്ക് ഇത് എത്തിച്ചു തരുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ ഇടയിൽ വഴിയിലുള്ള പോലീസ് ഹേമാന്മാരുടെ കൈയാട്ടലും അവരെ എക്സ്ട്രാ അവർക്ക് കൊടുക്കുന്ന കാശ് ഇതെല്ലാം കഴിച്ചിട്ട് വേണം ഒരു ടിപ്പർ തൊഴിലാളിയായാലും ടിപ്പർ മുതലാളിയായാലും ഒരുപാട് റിസ്ക് എടുത്താണ് ഇന്നത്തെ കാലത്ത് അവർ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഈ ജോലിൻ്റെ ഭാഗങ്ങൾ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ട. ചാനലൊന്ന് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഇതൊന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒന്ന് ഉപകാരപ്പെട്ട് പോവാം നമുക്ക് വീഡിയോയിലേക്ക്. നല്ല മഴയാണ്. അപ്പം ഞാൻ ജോലി ചെയ്യുന്ന വണ്ടിയാണ് നിൽക്കുന്നത്. കണ്ടാ, ടിപ്പർ നിസാൻ ടിപ്പറാണ്. ഇപ്പോൾ ഉള്ളത് കിംഫ്ര മണൽ പ്ലാന്റ് എന്ന് പറയും. ഇവിടെ മണലെടുക്കാൻ വേണ്ടി വന്നതാണ്. മണൽ ഉണ്ടാക്കുന്നതാണ് ആ കാണുന്നത്. അവിടെ ചാടുന്നത് കണ്ടില്ല, മണൽ വലിയ കുന്നു കൂടി കിടക്കുന്നത്. ഒരുപാട് വണ്ടികൾ വെയിറ്റിങ്ങിലുണ്ട്. വണ്ടികൾ ഇഷ്ടംപോലെ വണ്ടികൾ വെയിറ്റിങ്ങിലുണ്ട്. അവിടെ താഴത്തേക്കൊക്കെ വണ്ടികളാണ്, വലിയ വലിയ ലോറികൾ, അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ ലോറികളുണ്ട്. ഓക്കെ, ബാക്കി കാണിച്ചു തരാട്ടോ. ഇത് കണ്ടെങ്കിൽ 100 കണക്കിന് വണ്ടികളാണ് വന്ന് കിടക്കുന്നത്. കണ്ടെങ്കിൽ ഇതെല്ലാം പുലർച്ചെ 2:30 മണി മുതൽ ഇവിടെ വന്ന് കിടക്കുക. ഒരു ലോഡ് മണലാണ് കിട്ടുക. ഒരു ലോഡ് മണൽ കിട്ടിയാൽ എന്താ കിട്ടുക ഒരു ഡ്രൈവർക്ക്? ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞില്ലേ, ചിലപ്പം 100-300 രൂപ കിട്ടും. അവിടെയൊക്കെ വലിയ വലിയ ലോറിയാണ്, ഫുള്ള് വണ്ടികളാണ്. അവിടെ മേലെല്ലാം വണ്ടികളാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടല്ലേ, ഒരു വീട് കഴിയാൻ വേണ്ടിയിട്ടല്ലേ ഈ മഴയും കൊണ്ട് ഇവിടെ മഴ ഒന്നും വക വെക്കാതെ ഡ്രൈവർമാർ ചില ആളുകൾ അവിടെ കിടക്കുന്നുണ്ട്. കാരണം പുലർച്ചെ ഉറക്കമൊഴിച്ച് വന്നതാണ്. അപ്പോൾ ഇതാണ് ടിപ്പർ ഡ്രൈവർമാരുടെ അവസ്ഥ. എന്തെങ്കിലും വണ്ടികൾ കിടക്കണ കിടപ്പ്. മണൽ വണ്ടിക്ക് കയറ്റാനുള്ള വാഹനമാണ് ഇതിട്ടാ. നിങ്ങൾ കണ്ടില്ലേ, വലിയൊരു ജന്തു. ഈ ജന്തുവാണ് മണൽ കോരി നമുക്ക് ലോറിക്ക് വെക്കട്ടല്. ഓക്കെ, ഇന്ന് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആ കാണുന്ന വലിയ ചരല് പോലെ ഇവിടെ കാണുന്നതാ. ഈ കാണുന്നതൊക്കെയെന്ന് വെച്ചാൽ ഇതിന്ന് അരിച്ചു കൂട്ടുന്നതാണ്. ഇതിൻ്റെ വേസ്റ്റൊക്കെയാണ് അവർ ക്ലീൻ ചെയ്ത് ഇടുന്നതാണ്. അപ്പോൾ ടോട്ടലി എന്ന് വെച്ചാൽ ഈ മണൽ നമുക്ക് 100% വിശ്വസിക്കാം. നമ്മുടെ വീട്ടിന് ബിൽഡിങ്ങിനും ഒക്കെ കണ്ണും പൂട്ടി വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വലിയ ലോറി വന്നിട്ട് മണൽ തട്ടാൻ പോകട്ടാ. ഇപ്പോൾ കാണിച്ചു തരാം.
ഇതൊക്കെ ഇതിൻ്റെ മെഷീനറി പ്ലാന്റുകളാണ് കണ്ട. ഇപ്പോൾ പൊക്കൂട്ടാ, അവിടെ JCB ഉണ്ട്. ഇപ്പം ഇങ്ങോട്ട് പൊക്കണ് കാണിച്ചു തരാം. ഓക്കെ, ഇതാ പൊങ്ങുന്നത് കണ്ടങ്ങൾ. ഇതിൻ്റെ ടാങ്കാണ് വലിയ. ഇത് മണൽ ഫിൽറ്റർ ചെയ്യാനുള്ള ടാങ്കാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കൊടുന്നിട്ട് മണൽ തട്ടുകയാണ്, കണ്ടില്ല. അപ്പോൾ ഈ മണൽ ഇവിടെ തട്ടിയിതാ ഇതുവഴി ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഫിൽറ്റർ ചെയ്ത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ചാടും. ഓക്കെ, അതാണ് പരിപാടി കേട്ടാ. ഇതിൻ്റെ മെഷീനറികളപ്പം ഈ കാണുന്ന കേട്ടാ. വലിയൊരു സാധനം കിട്ടും തിരിഞ്ഞണ്ടില്ലേ. മണലിലേക്ക് ഒരു തിരിച്ചു വരവ്. ഓക്കെ, ഇതിൻ്റെ മെഷീനിൽ കണ്ടില്ല നിങ്ങൾ. ഇതിൻ്റെ വേസ്റ്റൊക്കെ അതങ്ങനെ തെറിച്ച് പോകണ്ടില്ലേ. ഈ മണലുണ്ടാവില്ലേ വലിയ വലിയ കല്ലുകൾ, അതുപോലെ തന്നെ ഈ കക്കത്തോട്, കൊഞ്ചിൻ്റെ തോട്, അതൊക്കെയാണ് ഈ തള്ളിക്കളയുന്നത്. ഇവിടെ ഇങ്ങനെ വീഴാണ് കണ്ട. അപ്പോൾ ഇത് ജർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് വലിയ മെഷീനാണിത്. എന്നിട്ട് ഈ മെഷീനിൽ നിന്ന് ഫിൽറ്ററിങ് വന്നിട്ട് പിന്നെ അതങ്ങനെ അങ്ങോട്ട് വരും കേട്ടോ. ഇതാ എന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് ചാടുകയാണ് കണ്ട. ഓക്കെ, അപ്പോൾ ലോഡിങ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കയറ്റൽ കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി ലോഡ് കയറ്റാണ്, കണ്ടില്ല. അപ്പോൾ നമ്മളെ വണ്ടി ലോഡായിട്ടുണ്ട്. നമ്മൾ പോകാൻ പോകണേ. ഒരേ മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലെന്ന്. നല്ല ഇനി പോകുന്ന സൈറ്റിലെ കഷ്ടപ്പാടെന്താ പറയാൻ പറ്റില്ല. നമ്മൾ ചെറിയ ഇടുങ്ങിയ വഴികളും അതുപോലെ തന്നെ കുറച്ച് റിസ്ക്കുള്ള സ്ഥലങ്ങൾക്കാണ് അധികം നിസാം പോകാൻ ഉണ്ടാവാറ്. അപ്പോൾ ഇന്ന് പോകാനുള്ള കുറച്ച് റിസ്ക്കുള്ള സ്ഥലമാണ്. അപ്പോൾ ഏതായാലും നമ്മൾ പോയി നോക്കട്ടെ ഇൻഷാ അള്ളാ. അപ്പോൾ നമ്മുടെ കുടുംബം, നമ്മുടെ വീട് കഴിയാൻ വേണ്ടിയിട്ടാണ് ഓരോ ഉപ്പമാരും ജോലിക്ക് പോകുന്നത്, അതുപോലെ ഉമ്മമാരും ജോലിക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും എല്ലാം ദീർഘായുസ് കൊടുക്കട്ടെ പടച്ചോനെ. എല്ലാവരും ദുആ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. നാളെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.